ഇന്ന് നമ്മൾ കുമളിയിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ കുമളിയിൽ കേളി ബുക്സ് എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടിയാണ്. ശരിക്കും ഞങ്ങളൊരു സമ്മർ വെക്കേഷൻ എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ച് വന്നു. പ്രത്യേകിച്ച് മഴയൊന്നും കിട്ടുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു മഴയൊക്കെ കിട്ടിയിട്ടുണ്ട്. നാളെയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല മഞ്ഞ് കിട്ടുമെന്നാണ് ഇവിടെ ഒരു ചേട്ടൻ പറഞ്ഞത്. എന്തായാലും ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് മഞ്ഞൊക്കെ ചെറിയൊരു തണുപ്പൊക്കെ കിട്ടി തുടങ്ങുന്നുണ്ട്. അവിടെ മുകളിലാട്ടോ നമുക്ക് റൂം. കയറി വരുമ്പോൾ തന്നെ കുറേ ബെഞ്ചുകളൊക്കെ ഇങ്ങനെ ടേബിളുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ കട്ടപ്പനയുടെ ഒക്കെ ഒരു റോഡ് മാപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും. എക്സ്പ്ലോർ ദി അൺഎക്സ്പ്ലോർഡ് സുഖമുണ്ട് കേട്ടോ. എന്താ സംഭവം, ഇവരുടെ എസ്തെറ്റിക് സെൻസ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഇവിടെ കുറേ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ചിമ്മിനിയും സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ അവരുടെ പേഴ്സണൽ റൂമും. നമ്മൾ ശ്രദ്ധിക്കാത്തൊരു സാധനം ഇവിടെ ഇരിക്കുന്നു. അവിടെ അവർക്ക് ഒരു മസാജ് സെൻ്ററൊക്കെ ഉണ്ട്. അത് 2-3 ദിവസം എന്ന് പറയുന്നത് ഒരു ഇച്ചിരി അവധിയൊക്കെ കിട്ടിയോണ്ട് എങ്ങോട്ടേലും പോകാമെന്നുള്ള ഒരു മൈൻഡുമായിട്ട് ഞങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. പക്ഷേ ഒരു 35 ഡിഗ്രിയിൽ നിന്ന് ഞങ്ങളിപ്പോൾ ഒരു 26 ഡിഗ്രിയിലേക്ക് വന്നപ്പോൾ തന്നെ ഭയങ്കര ഒരു സമാധാനം. ഇപ്പോൾ ഏകദേശം 5:30 മണിയായിട്ടുണ്ട്. 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കളരിയുടെ ഷോ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ റൂം ബുക്ക് ചെയ്ത സമയത്ത് തന്നെ അവർ നമുക്ക് കളരിയുടെ ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കളരിയിൽ വെച്ച് കാണാം.
കയറി ഷോ ഒക്കെ അവസാനിച്ചു. അടിപൊളി ഷോ ആയിരുന്നു. അതേപോലെ അവരോട് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും അവരോട് ഫോട്ടോസൊക്കെ എടുത്ത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കഫേയിലേക്ക് വന്നിട്ടാണ്. തേക്കടി കഫേ. സാമാന്യം അത്യാവശ്യം നല്ലൊരു കഫേയാണ്. ഇപ്പോൾ രാവിലെ ഏകദേശം ഒരു 8 മണി 8:30 കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഷോ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അത്യാവശ്യം നല്ല ക്ഷീണിച്ച് വന്ന് കിടന്ന്. നമുക്ക് ഇന്നലെ ക്യാമറയുടെ ചാർജൊക്കെ തീർന്നുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ തമിഴ്നാട് കയറാനായിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന റൂട്ടെന്ന് പറയുന്നത് കമ്പം, തേനി, പളനി റൂട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വാൽപ്പാറയ്ക്കാണ് പോകുന്നത്. അപ്പോൾ ഇനി അവിടുത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം.